സ്ഥാനാർത്ഥി ഐസക് വർഗീസിനെ തെങ്ങിൻതോട്ടം ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് ഇന്നാട്ടിലെ എല്ലാ ഉത്ബുദ്ധരായ അപ്പോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറയുന്ന പാലക്കാട് ജില്ലയായ വട്ടമ്പലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, നമ്മള് വട്ടമ്പല ആശുപത്രിയുടെ ഉള്ളിക്കടയാണ് പോണത്. അപ്പോ ഞാൻ കുറെ ആയിട്ടോ ഈ വട്ടമ്പലത്തേക്ക് വന്നിട്ടേ. അപ്പോ മണ്ണാർക്കാടില് അത്യാവശ്യം എന്താ പറയാ, രോഗികൾ വന്ന് പോയി കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഞാനിപ്പോ ഇതിന്റെ നിലവാരം കാണാനോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ കാര്യങ്ങൾ പറയാനോ വന്നതല്ല. ഞാൻ കുറെ ആയി വന്നിട്ട് എനിക്കൊന്ന് കാണണം തോന്നി. നമ്മളൊക്കെ എപ്പ തീരും എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോ നമ്മൾ ഇടയ്ക്കൊക്കെ ഹോസ്പിറ്റലിൽ സന്ദർശിക്കുന്നത് നല്ലതാണ്. അപ്പോ നമ്മള് ഇവിടെ ഒരുപാട് എന്താ പറയാ, ഒരുപാട് വ്യത്യസ്തകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോ ഇവിടെയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ വട്ടമ്പല ഹോസ്പിറ്റലിന്റെ മുന്നിൽ റോഡിന് വേണ്ടിയിട്ട് ഇതേപോലെ നടന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഫെസിലിറ്റി വേണം. അതായത് വാഹനമായാലും ആളുകളായാലും ഒരു എന്താ പറയുക, ഒരു സുരക്ഷ ഇല്ലാതെ അതെന്താ വെച്ച് കഴിഞ്ഞാല്, സുരക്ഷ വെക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് അപകടപ്പെട്ടാൽ തീർച്ചയായിട്ടും അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അതാണ് ഇവരിവിടെ ഒരു സുരക്ഷയും വെക്കാത്തത്. അപ്പൊ അതാണോ ശരിക്കുമുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഒരു നടപടി? അല്ല. ഓരോ ഹോസ്പിറ്റലിന്റെ മുന്നിൽ റോഡ് ആളുകൾക്ക് വേണ്ടിയിട്ട് സുരക്ഷകൾ ഒരുപാട് ഒരുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പ്രത്യേകിച്ച് സീബ്ര ലൈനിൽ നടന്നു പോണ ആൾക്കാർക്ക് നമ്മൾ ഒരു പ്രത്യേക മുൻഗണന കൊടുക്കണം. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ ഡ്രൈവിങ്ങില് ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് കേട്ടോ. കാരണം അവര് നടന്നു പോകുമ്പോൾ അവര് പ്രാകും, ഈ നായിന്റെ മാന എവിടേക്കാണ്, ഏത് അമ്മയ്ക്ക് വായുലിക വാങ്ങാനാണ് പോണതെന്ന്. അത് ചിലപ്പോൾ അങ്ങനെ ആവില്ല പറയാ. അപ്പൊ നിങ്ങൾക്ക് റോഡിന്റെ ഒരു മര്യാദ, ഒരു അനുഗ്രഹം കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സീബ്ര ലൈനിൽ നടന്നു പോണ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്താ പറയാ, പരിഗണന കൊടുത്ത് നിങ്ങൾ അനുഗ്രഹം വാങ്ങാം. നമ്മൾ അമ്പലത്തിൽ പോണ എന്തിനാ? ദൈവത്തിന്റെ അനുഗ്രഹം വാങ്ങാനാണ്. അതേപോലെ തന്നെ നിങ്ങൾ റോഡിൽ വാഹനം കൊണ്ട് ഓടിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോ നമ്മുടെ നാടിന്റെ വികസനം കേരളം മാറ്റാനും നാട് മാറ്റാനും ഒന്നിച്ചു മുന്നേറാനൊക്കെ നമ്മുടെ ഓരോ UDF-ഉം LDF-ഉം BJP-യും കൂടി സംയുക്തമായിട്ടുള്ള ഒരു എന്താ പറയാ പദ്ധതിയിലേക്കാണ് അവര് പോണത്. അപ്പോ നമുക്കിപ്പോ എന്താ വേണ്ടത്? പാർട്ടിയാണോ നമുക്ക് സമാധാനമാണോ വലുത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം തന്നെയാണ്. അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാട്ടോ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി, അത് ഉന്നതനായിക്കോട്ടെ അല്ലെങ്കിൽ വലിയവനായിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും ഒരു മുടക്കം ഇന്നേവരെ വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അവര് കറക്റ്റായിട്ട് ഉറങ്ങണു, കറക്റ്റായിട്ട് വിശ്രമിക്കണു. പക്ഷേ കറക്റ്റായിട്ട് എന്ന് പറയുമ്പോ നമ്മുടെ പഴയ മുഖ്യമന്ത്രി മരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാളും ഇനി ഒരിക്കലും നമ്മൾ കേരളത്തില് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ വികാരങ്ങളും ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ഒരു മുഖ്യമന്ത്രിയും ഇനി ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോ ഇപ്പൊ തന്നെ ഉദാഹരണമാണ്. ഇപ്പൊ നമ്മളെ സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ ചൂരൽമലയില് 270 കോടി രൂപ പിരിച്ചിട്ട് ആ പൈസ പകുതി ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും അവരുടെ മുഹമ്മദ് റിയാസ് പൊതുമത മരാമത്ത് മന്ത്രിയായി എന്താണ് പ്രയോജനം ഉണ്ടായത്? എന്താണ്? ആരോഗ്യത്തെ കുറിച്ച് അറിയാത്ത
ഒരു മന്ത്രി വീണ ജോർജ് വിദ്യാഭ്യാസം 4 അക്കം അല്ലെങ്കിൽ 5 അക്കം തികച്ചു കൂട്ടി വായിക്കാൻ അറിയാത്തൊരു വിദ്യാഭ്യാസ മന്ത്രി, കായികം എന്തെന്നറിയാത്തൊരു കായിക മന്ത്രി. അയാള് കായികം എവിടെയാണ് ഉപയോഗിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പച്ചയ്ക്ക് പറയേണ്ടെന്ന് എഴുതിയിട്ടാ. അങ്ങനെ കുറെ എണ്ണുണ്ട്. ഈ പിണറായി സർക്കാർ വന്നത് കൊണ്ട് ഞാൻ പറയുമ്പോ ഈ ജനങ്ങളെ തന്നെയാണ് ചാട്ടവാറ കൊണ്ട് അടിക്കണത് സത്യമായിട്ടും. കാരണം ഈ ജനങ്ങള് ഒരു വട്ടം ജനത്തിന് അബദ്ധം പറ്റി, ആർക്കും ഒരു തെറ്റ് പറ്റും. രണ്ടാമത്തെ തെറ്റ് നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, ഒഴിവാക്കുകയല്ല ചെയ്യുക. പിന്നെയും നമ്മള് ഈ സർക്കാരിനെ കൊണ്ടുവന്നത് വളരെ വലിയ തെറ്റായി പോയി എന്നാണ്. അത് എന്തിന്റെ കുറവ് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവ് തന്നെയാണ്. നമുക്ക് വിദ്യാഭ്യാസം കൂടി, പക്ഷെ വിദ്യാഭ്യാസം നമുക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസമല്ല, നമുക്ക് അനാവശ്യത്തിന് വിദ്യാഭ്യാസം. ഇപ്പൊ നമ്മള് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതേ കുമരമ്പത്തൂർ പഞ്ചായത്തിലായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിക്ക് വന്നു. അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ മണ്ണാർക്കാട് ആരാണ് ഇനി തൂക്കുക, അതായത് ആര് ജയിക്കും? മണ്ണാർക്കാട് എന്റെ ഒരു അഭിപ്രായം പറയുമ്പോ നമ്മുടെ എന്താ പറയാ MLA സംസുദ്ദീൻ തന്നെ ആയിരിക്കും. അത് യാതൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ BJP എന്തായാലും BJPക്ക് ഒരു അക്കൗണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയില്ല. കാരണം ഇന്നലെ പിന്നെ ഏതൊരു കിറ്റ് വിവാദം നമ്മൾ കേട്ടു. അതില് നമ്മുടെ ദേവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടണമെന്ന് പറയാം. കുറെ ജനങ്ങളോട് പോകണു, പിന്നെ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നു. അയാൾക്ക് വല്ല ആവശ്യമുണ്ടോ? അല്ല, ഞാൻ കണ്ടപ്പോ കുറെ ചിരി വന്നു. അത് നമ്മൾ ചിരിച്ചിട്ടുണ്ടാവും, കുറെ ആൾക്കാർ ചിരിച്ചിട്ടുണ്ടാവും. അയാൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്തോ? പിന്നെ BJP എന്തായാലും ഇവിടെ വരാനുള്ളൊരു സാധ്യത ഇല്ല തീർച്ചയായിട്ടും. അത് വന്നു കഴിഞ്ഞാലേ ഇപ്പോ കുറെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോ ഏതൊരു ആതിര എന്ന് പറഞ്ഞൊരു സ്ത്രീ ചക്കയാണ് ചിഹ്നം, നമുക്ക് ചക്കയിൽ വോട്ട് ചെയ്ത് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ അങ്ങനെ എന്താ പറയാ അങ്ങനെ കുറെ റീൽസിൽ ഞാൻ കണ്ടു കേട്ടോ. അപ്പോ പിന്നെ എന്താ പറയാ അതിലൊരു പ്രേക്ഷകൻ, എന്റെ പ്രേക്ഷകനല്ല, വേറെ ഏതോ ഒരു പ്രേക്ഷകൻ ചക്ക ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞപ്പോ ആ സ്ത്രീ പറയാണ് ജയിക്കട്ടെ, ജയിച്ചിട്ട് ഞാൻ ചക്ക പൊളിച്ച് കാണിച്ചു തരാം. അയ്യോ വയ്യ, ചിരിച്ച് ചത്തു എന്ന് പറയാം. അപ്പൊ അത്രയും വിവരമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ BJP ഭരിക്കണ സ്ഥലങ്ങളിലൊക്കെ നമ്മള് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളവിടെ പോയ ആൾക്കാരാണ് നമുക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നത്. അവിടെ BJPയുടെ മണ്ഡലങ്ങളിലുള്ള റോഡുകള്, മെയിൻ റോഡ് എന്തായാലും നല്ല അടിപൊളി റോഡ് തന്നെ ആയിരിക്കും. പക്ഷെ ഗ്രാമങ്ങളിലുള്ള റോഡുകള് എങ്ങനെയായിരിക്കും അതൊക്കെ നമ്മൾ ചിലപ്പോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അവിടെ ഒന്നും പറയണ്ട, നമ്മുടെ താജ്മഹൽ കണ്ടിട്ടുണ്ടാവും നിങ്ങള്, ഞാൻ കണ്ടിട്ടില്ല. ആ താജ്മഹലിന്റെ പിൻവശം എങ്ങനെയാണ് എന്നുള്ളത് ഒരിക്കൽ നമ്മള് ഒരു ഇൻഫ്ലുവൻസറുടെ ഒരു വീഡിയോയിൽ കാണുണ്ടായി. എന്താ പറയാ, നമുക്ക് ഛർദിക്കാൻ വരുന്ന പറയണേ. അപ്പൊ ഇതാണ് മോദിയുടെ ഒരു എന്താ പറയാ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ. അപ്പോ ഇവര് വന്നു കഴിഞ്ഞാല് പിന്നെ അതേപോലെ തന്നെ കോണകം എടുത്ത് നടന്നിട്ട് ഏതൊരു പിന്നെ എന്തൊക്കെ രീതിയില് സ്ത്രീകളുടെ മുന്നിക്കടെ എന്താ പറയാ പിന്നെ അവനവന്റെ സാധനം കാണിച്ചിട്ട് അവര് എന്താ അതിന് പറയാ ശരിക്കും. ഇപ്പൊ ഒന്നും വേണ്ട, രാജീവ് ചന്ദ്രശേഖരെ കാണാന് തിരുവനന്തപുരത്ത് അഘോരികൾ വന്നു എന്ന് കേട്ടു. അപ്പോ നിങ്ങൾ ചിന്തിക്കണം ഇവര് എന്തിനുള്ള പുറപ്പാടാണ് എന്ന്. അപ്പോ ഇവിടെ കേരളം മുടിപ്പിക്കാനുള്ള പരിപാടിയല്ലേ? അല്ല, അറിയാണ്ട് ചോദിക്കാണ്. എന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു നഷ്ടം വരുമോ? ഒരിക്കലും വരില്ല. ഇവർക്ക് നേരത്തിന് ഭക്ഷണം, നേരത്തിന് ഉറക്കം, നേരത്തിന് മരുന്ന്, നേരത്തിന് വിശ്രമം, ഇനിയിപ്പോ എന്താ വേണ്ടിച്ചാ അതൊക്കെ കിട്ടും. പെണ്ണാണെങ്കിൽ പെണ്ണ്, അതും എല്ലാം കിട്ടും. അവർക്കൊന്നും ഒരു മുടക്കം വരില്ലടോ. ഇതൊക്കെ എന്താ അറിയോ, നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ പൈസയും കൊണ്ട് ഇവര് എന്താ പറയാ നല്ല രീതിയില് ഇവര് നല്ലോണം ഭക്ഷണം കഴിക്കലും അതേപോലെ തന്നെ ഇവര് എല്ലാതും നടത്തുന്നുണ്ട്.
ജനങ്ങളാണ് ശരിക്കും പൊട്ടന്മാര്. അതിപ്പോ എന്നും ഞാൻ പറയാറുള്ള കാര്യമാണ്. അപ്പോ നമുക്കിനി ഇത്ര നേരം ഇതിനെ കുറിച്ച് പറയാന്ന് ഒരിക്കലും വിചാരിക്കരുത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പിന്നെ വാർത്താക്കാർക്ക് എന്ത് കിട്ടിയാലും അവർക്കത് വാർത്തയാണ്. എന്തും എനിക്ക് ചൊറിച്ചിൽ വന്നു എന്ന് പറഞ്ഞാൽ അതും കൂടി വാർത്തയാക്കും അവര്. പിന്നെ ഇന്നലെ ഒരു എന്താ പറയാ, ശരണ്യ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ കുടുകില് എന്താ പറയാ, അവിടെ എവിടെയൊക്കെ പോയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് അതിനെ കാണുന്നത്. അതിനെ കുറിച്ച് ഒരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ശരിക്കും അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത ഉള്ള മാതിരി തോന്നുന്നുണ്ട് കേട്ടോ, എന്റേതായ ഒരു സംശയം. കാരണം 4 ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാതെ, ആ പെണ്ണ് പറയുന്നത് 1/2 ലിറ്റർ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഞാന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു എന്നൊക്കെയാണ് പറയണത്. അപ്പോ അതില് എന്റെ ഒരു സംശയം പറയുമ്പോ, നമുക്ക് ഒരിക്കലും സംശയം വരാൻ പാടില്ല. പക്ഷെ സംശയം ഉള്ളതായിട്ട് കാണുമ്പോൾ സംശയം തന്നെ വരണം. അതിൽ ചിലപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ആ കൊടുങ്കാടിന്റെ ഉള്ളില് ഈ മാവോയിസ്റ്റുകാരൊക്കെ എന്താ പറയാ, ഈ കൊടുങ്കാടിന്റെ ഉള്ളിലത്രേ അവര് താമസിക്കുക. അപ്പൊ ചിലപ്പോ അവരെ കണ്ടിട്ടുണ്ടാവും. മാവോയിസ്റ്റുകാര് നല്ല ആൾക്കാരട്ടോ, അവര് മോശം ആൾക്കാരല്ല. അത് നമ്മളാണ് ഏറ്റവും വലിയ എന്താ പറയാ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാര്. അപ്പൊ അങ്ങനെ ചിലപ്പോ അവരെ കണ്ടിട്ടുണ്ടാവും, അവരെ കണ്ട് ചിലപ്പോ അവര് സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോ എനിക്ക് തോന്നുന്നത് അതാണ്. എന്തായാലും അതൊക്കെ ശരിക്കും ഒന്ന് ചോദ്യം ചെയ്താലേ മനസ്സിലാവും കാര്യങ്ങൾ എന്താണ്, ഏത് രീതിയിലാന്നൊക്കെ. പിന്നെ നമ്മുടെ ഈ നഗരത്തിലെ ഗതാഗത കുരുക്കിന്റെ ഒരു എന്താ പറയാ വലിയൊരു പറുദീസയാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടോ ഇല്ലയെന്നല്ല, ഇവിടെ എത്ര വലിയ പോലീസുകാർ, ട്രാഫിക്കത്തെ എത്ര വലിയ എൻഫോഴ്സ്മെന്റ് ടീം വന്നാലും ഇവിടുത്തെ മണ്ണാർക്കാട്ടുകാര് മാത്രമല്ല, പുറത്തു നിന്നും വരുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ മണ്ണാർക്കാടിനെ കാണാനും പാലക്കാടിന്റെ ഭംഗി ആസ്വദിക്കാനും എല്ലാ രീതിയിലും വന്ന് പോണ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, അവര് കറക്റ്റായിട്ട് ഡ്രൈവിംഗ് ചെയ്യുമ്പോ നമ്മുടെ മണ്ണാർക്കാട്ടുകാർ ഇത് കൊളാക്കും. കാരണം ഈ അങ്ങനെ ഡ്രൈവിംഗ് ചെയ്ത് നല്ല രീതിയിൽ പോണ്ട, ഞാനത് കുളമാക്കും എന്നുള്ള ഒരു രീതിയും കൂടി ഇപ്പോ ബൈക്കുകാരെ കുറിച്ച് പറയാം. നമുക്ക് കാറും ബൈക്കുമാണ് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്. കാരണം അവർക്ക് അതിൻ്റെതായ ഒരു എന്താ പറയാ റൂൾസ്, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു കൺസെപ്റ്റ് അത് അറിയാത്തായിരിക്കാന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ നിരവധി അപകടങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ റീൽസിലായാലും അല്ലെങ്കിൽ നമ്മൾ പിന്നെ നേരിട്ടായാലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ബൈക്കും കാറും, അല്ലെങ്കിൽ ബൈക്കും ബസ്സും, ബൈക്കും കാറും, ബൈക്കും ഓട്ടോറിക്ഷയും, ബൈക്കും ലോറി, കാറും ബസ്സും ആളും, അങ്ങനെ തരം തിരിച്ച് നമുക്ക് എടുത്തു പറയാം. അപ്പോ അപകടപ്പെടുന്നതും ഇവർ 2 കൂട്ടരക്ഷയാണ്. ഞാൻ അവിടുന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ റോഡിന്റെ സൈൻ ബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. നിങ്ങൾ ഫോളോ ചെയ്യാൻ പറയുമ്പോ ഓരോന്ന് നിങ്ങൾ ഫോളോ ചെയ്യാനല്ല പറഞ്ഞത്, അതിനനുസരിച്ച് നിങ്ങൾ വാഹനം ഓടിക്കാനേ പറഞ്ഞോളൂ. അത് നമ്മുടെ അടുത്ത് MVD പറയാറുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറയാറുണ്ട്, ട്രാഫിക്കിന്റെ എൻഫോഴ്സ്മെന്റ് ടീമായിട്ട് പറയാറുണ്ട്. ഇത് നമ്മൾ പറഞ്ഞാലും നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ ആയി പോവാണ്. എന്താണ് അതിന്റെ ഒരു ഗുട്ടൻസ് എന്ന് അറിയില്ല. അപ്പോ നമ്മള് ഒന്നാമത്തെ ഗതാഗത കുരുക്ക് എന്ന് പറയുമ്പോ, ഇവിടെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡാണ്. ഈ ബസ്സുകള് കയറാനും ഇറങ്ങാനും കൂടി 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ വരുമ്പോ അത് വലിയൊരു ഗതാഗത കുരുക്ക് തന്നെ വരികയാണ്. അതിന് മാറ്റം ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഒരു മാറ്റവും. ഇനിയിപ്പോ MLA ശംസുദ്ദീൻ മന്ത്രി ആയാൽ പോലും അതിനെന്തായാലും മാറ്റം ഉണ്ടാവില്ല. എന്തായാലും മാറ്റപ്പെടുത്തണം നമുക്ക്.